നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തുന്ന യുദ്ധം അടുത്ത സമയത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇനി ഒരു 2-3 മാസത്തേക്ക് ഈ യുദ്ധം തുടരും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിനിടെ ട്രംപിന്റെ വലിയേട്ടൻ നയം ഇസ്രായേലിനടുത്തും എടുത്തു തുടങ്ങിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതായത് ട്രംപ് ഇസ്രായേൽ ടൈംസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ട്രംപ് പറയുന്നുണ്ട്, യുദ്ധം ഏതുവരെ പോകണം എന്ന് അമേരിക്ക തീരുമാനിക്കും. ഈ വിഷയത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടായാൽ എന്തായിരിക്കും? അങ്ങനെ ഒരു എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല. അമേരിക്കയാണ് ഇതിന്റെ കാര്യത്തിൽ പൂർണ്ണമായ തീരുമാനം ഉണ്ടാകുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് അമേരിക്കയ്ക്ക് വശംവദമായിക്കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ള തരത്തിലുള്ള രീതിയിലാണ് ട്രംപിന്റെ സംസാരമൊക്കെ മുന്നോട്ട് പോയിരുന്നത്. അതായത് എങ്ങനെയാണോ ലോകരാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ട്രംപ് ഇടപെടുന്നത്, അതേ രീതിയിൽ തന്നെ ഇസ്രായേലുമായിട്ട് ഇടപെടുന്നത്. ഇത് അധിക നാളൊന്നും ഈ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇസ്രായേലിനും സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ ഇവരുടെ സൗഹൃദത്തിൽ ഉണ്ടായതായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനിടെ 2 മാസത്തിലധികം ഇനിയും ഈ യുദ്ധം നീളുവാനുള്ള സാധ്യതയുണ്ടാകും. കാരണം മുസ്തഫ ഖമേനി അധികാരത്തിൽ വരുന്നത് ട്രംപിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. തനിക്ക് അതിർത്തിയുണ്ട്. ഈ ഖമേനിയൻ ഭരണകൂടം ഇറാനിൽ നിന്ന് പൂർണ്ണമായും മാറുന്നത് വരെയും ഈ യുദ്ധം തുടരും. റസ പഹ്ലവി അധികാരത്തിൽ വരണം എന്നതാണ് തൻ്റെ ആഗ്രഹം എന്ന് ട്രംപ് വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്. ആ രീതിയിൽ യുദ്ധം മുന്നോട്ട് പോയാൽ എന്തായിരിക്കും ഇനി അടുത്ത ലോകക്രമം എന്ന വളരെ വ്യക്തമായ ധാരണയൊന്നുമില്ല. ഇതിനിടെ ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം നടത്തില്ല എന്ന് പറഞ്ഞുവെങ്കിലും അവർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനെതിരെ വളരെ ശക്തമായ ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ മധ്യേഷ്യൻ രാജ്യങ്ങൾ എടുത്തിരിക്കുന്നത്. തങ്ങൾ സംയുക്തമായി തന്നെ ഇറാന് നേരെ ആക്രമണം നടത്തുവാനുള്ള സാധ്യതകൾ ഒരുങ്ങി വരികയാണ്. അതിന് തങ്ങളെ അധികം നിർബന്ധിക്കരുത് എന്ന സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് സംസാരം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തർ വളരെ ശക്തമായി തന്നെ ഇറാനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ഒരു വലിയ ശക്തി സമുദ്രം തന്നെ, വളരെ വിവിധ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ ഇറാനെതിരെ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇറ്റലി ഈ സംയുക്ത സൈന്യത്തിനോടൊപ്പം ചേരുന്നു. കാനഡ ഇതിനോടകം തന്നെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ പക്ഷത്ത് നിൽക്കാൻ ചൈന മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. റഷ്യ ആയിക്കോട്ടെ, ഒമാൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഇതിലൊരു അനുരഞ്ജിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇറാനോട് ക്ഷമിക്കുവാനായിട്ട് അവർക്ക് സാധ്യമല്ല. കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പ്രയോഗം തന്നെ ഇസ്രായേലിനെതിരെ ആയിരിക്കുമെന്നും 2040 ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമാക്കുകയും ചെയ്യുമെന്ന് ആദ്യമേ തന്നെ ആയത്തുള്ള അൽ ഖമനയി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഡൂംസ് ക്ലോക്ക് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ് ഇറാൻ. അങ്ങനെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഒരു രാജ്യത്തെ തീർച്ചയായിട്ടും ഈ ഭൂമുഖത്ത് തന്നെ അവരെ തുടച്ചു നീക്കുവാനുള്ള, അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ തുടച്ചു നീക്കുവാനുള്ള കൃത്യമായ ശ്രമമാണ്, അതിനുള്ള ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആർക്കും തന്നെ കുറ്റം പറയുവാൻ കഴിയില്ല. ഭാരതമൊക്കെ അതുകൊണ്ടാണ് വളരെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നത്. എങ്കിൽ കൂടിയും ഇറാനെ വലിയ രീതിയിലൊന്നും ആക്രമിക്കുവാനോ ഇറാനെതിരെ സംസാരിക്കുവാനോ ഭാരതം തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവരുടെ കപ്പൽ ഐറിസ് ലാവൻ, ഭാരതത്തിൽ വന്ന കപ്പൽ ഇപ്പോഴും ഭാരതം സൂക്ഷിച്ചിരിക്കുകയാണ്. ഭാരതം കൊച്ചി സദേൺ നേവൽ പോർട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ അതോടൊപ്പം തന്നെ ഇറാന്റെ കപ്പൽ തൊഴിലാളികളെയും കപ്പൽ ജീവനക്കാരെയും ഇന്ത്യ സുരക്ഷിതമായി തന്നെ ഭാരതത്തിൽ പാർക്കുവാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇറാനുമായി ഭാരതം നേരിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രശ്നത്തിനും തയ്യാറല്ല. പക്ഷേ ഇറാന്റെ ഈ ചെയ്തികൾ കൊണ്ട് തന്നെ ഇറാനെ പിന്തുണയ്ക്കുവാനും ഭാരതത്തിന് കഴിയില്ല. ഭാരതത്തിന്റെ തുക കൊണ്ട് നിർമ്മിച്ച ചഹബാർ പോർട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു സമീപനം കാരണം തന്നെ ഭാരതത്തിന് ഇറാനോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ ഭാവി എന്നത് അമേരിക്ക തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്ക ഒരു വലിയേട്ടൻ നയവുമായി ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാരണവശാൽ ഇസ്രായേലിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവർ ഈ യുദ്ധമുന്നണിയിൽ തന്നെ വേർപിരിയും. എന്തായാലും പുതിയൊരു ലോകക്രമത്തിന് ഈ യുദ്ധാവസാനം പുതിയൊരു ലോകക്രമം ഉണ്ടാകും എന്നതാണ് ലോകത്തിന്റെ ഒരു പ്രതീക്ഷ. അത് സമാധാനപരമായിട്ടുള്ള ഒരു ലോകക്രമമായിരിക്കും എന്നത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.